കാസർഗോഡ് കുഴിമന്തി കഴിച്ച് പെൺകുട്ടി മരിച്ച സംഭവത്തിൽ DMO പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. മരിച്ച അഞ്ജുശ്രീയുടെ ആന്തരികാവയവങ്ങളിൽ അണുബാധയുണ്ടായെന്നാണ് റിപ്പോർട്ട്. കസ്റ്റഡിയിലെടുത്ത ഹോട്ടൽ ഉടമ ഉൾപ്പെടെ 3 പേരുടെ അറസ്റ്റ് പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. അതേസമയം സംസ്ഥാനത്ത് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ നൽകും. ഉണ്ണി, ഈ കുഴിമന്തി കഴിച്ച പെൺകുട്ടി മരിച്ച സംഭവത്തിൽ DMO പ്രാഥമിക റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരണകാരണം അറിയുവാൻ വേണ്ടി രാസപരിശോധനകൾ നടത്തുമെന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായും കുഴിമന്തി കഴിച്ചതിന് പിന്നാലെ യുവതി മരിച്ചത് ആന്തരിക അവയവങ്ങൾക്കേറ്റ ഗുരുതര അണുബാധ മൂലമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന നടത്തുമെന്നാണ് പുറത്തുവരുന്ന സൂചന. വിദഗ്ധ പരിശോധനയ്ക്ക് ഫോറൻസിക് ലാബിലേക്ക് ആന്തരിക അവയവങ്ങൾ അയക്കുമെന്നും പറയുന്നു. മരണകാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ഇത്തരത്തിലൊരു രാസപരിശോധന നടത്തുന്നത്. അഞ്ജുശ്രീയുടെ മരണത്തിൽ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. മംഗലാപുരം ആശുപത്രിയിൽ നിന്നുള്ള ചികിത്സാ വിവരങ്ങളെല്ലാം തന്നെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ തേടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിന് കൂടുതൽ വിശദമായൊരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പറയുന്നത്. ഈ റൊമാൻസിയ ഹോട്ടലിൽ 1 മാസം മുമ്പ് ഇത്തരത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയിരുന്നതായിട്ട് പറയുന്നു. എന്നാൽ അന്ന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് ഹോട്ടലുകളിൽ ഇന്നും പരിശോധന തുടരും. അതുകൊണ്ട് തന്നെ അഞ്ജുശ്രീയുടെ മരണത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ പ്രാഥമിക റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിലാണ് പറയുന്നത് ആന്തരിക അവയവങ്ങളിൽ അണുബാധ ഉണ്ടെന്നാണ് ആ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാനായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചേക്കുമെന്നാണ് സൂചന. ഈ പ്രാഥമിക റിപ്പോർട്ടിൽ വിശദമായ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വ്യക്തമാക്കപ്പെടുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ ഹോട്ടലിന്റെ ഉടമയടക്കമുള്ള 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നില്ല. ഇക്കാര്യത്തിലെല്ലാം തന്നെ വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നാണ് ഗീസ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പരിശോധന ശക്തമാക്കുവാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് കോട്ടയത്ത് സമാനമായ രീതിയിൽ ഒരു മരണമുണ്ടായി. ഇതാ ഇപ്പോൾ കാസർഗോഡും പെൺകുട്ടി മരിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ശക്തമായ നടപടിയുമായി അല്ലെങ്കിൽ പരിശോധന ഊർജിതമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രംഗത്തെത്തിയിരിക്കുകയാണല്ലോ. തീർച്ചയായും 6 ദിവസത്തിനിടെ ഉണ്ടായ 2ാമത്തെ മരണമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ കാസർകോട്ടെ അഞ്ജുശ്രീയുടെ മരണം എന്ന് പറയുന്നത്. വളരെ ദാരുണമായൊരു സംഭവമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നൊരു കാര്യം തന്നെയാണ്. ഇതേ തുടർന്ന് വലിയ രീതിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാനത്തുടനീളം വലിയ പരിശോധന നടത്തുന്നു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വലിയ പരിശോധന സംസ്ഥാനത്തുടനീളം നടത്തുന്നു. എല്ലാ ജില്ലകളിലും പഴകിയ ഭക്ഷണങ്ങളടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ കൂടുതൽ ശക്തമായ വകുപ്പുകളെല്ലാം നിർത്തി കടുത്ത നടപടികളിലേക്ക് വരെ സർക്കാർ കടക്കുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്നും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പരിശോധന തുടരുമെന്നാണ് ഗീസ് വ്യക്തമാകുന്നത്. കൂടാതെ ഈ കടുത്ത നടപടികൾ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് ഇത് നീങ്ങുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഗീസ് നമ്മൾ വ്യക്തമാക്കുന്നത്. ഈ അഞ്ജുശ്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണം നടക്കുന്നതിനൊപ്പം തന്നെ സമാന്തരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് സർക്കാർ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് ഈ പരിശോധനകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാകും. അതോടൊപ്പം തന്നെ കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങും എന്നുകൂടി നമ്മൾ ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. ഗീസ് കഴിച്ച പെൺകുട്ടി മരിച്ച സംഭവത്തിൽ DMO പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. അതേസമയം ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ചേക്കും എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. മരിച്ച അഞ്ജുശ്രീയുടെ ആന്തരികാവയവങ്ങളിൽ അണുബാധയുണ്ടെന്നാണ് DMOയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ഹോട്ടൽ ഉടമ ഉൾപ്പെടെയുള്ള 3 പേരെ ഇന്ന് 3 പേരുടെ അറസ്റ്റ് ഇന്ന് പോലീസ് രേഖപ്പെടുത്തിയേക്കും. സംസ്ഥാനത്ത് പരിശോധന ശക്തമാക്കുവാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തീരുമാനം. ഉണ്ണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്.